വേറെ മാർഗം ഇല്ലാത്തതുകൊണ്ട് ഈ മാർഗത്തിൽ വന്നതാണ്. മറ്റ് മാർഗങ്ങളൊന്നും ഇല്ലായിരുന്നു. മദ്യപാനം തുടങ്ങിയാൽ തന്നെ ഞാൻ ബോധം മറയുന്നവരെ കുടിക്കുന്നൊരു സ്വഭാവമായിരുന്നു. ഞാനിതൊക്കെ തുറന്നു പറയുന്നത് നാളെ ഇതൊക്കെ മീഡിയയിൽ വരും, എല്ലാവരും കാണും, ഞാനൊരു കുടിയനാവും ചിത്രീകരിക്കുമെങ്കിലും പക്ഷേ എൻ്റെ സ്വഭാവത്തിൻ്റെ രീതിയും മാറി, എൻ്റെ ബിസിനസ്സിൻ്റെ രീതിയും മാറി. ഞാൻ കടത്തിൻ്റെ അങ്ങേ അറ്റം എത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആത്മഹത്യ അവർ ചിന്തിച്ചിട്ടുണ്ട്. അവരെ മുന്നേ കരയാൻ പറ്റൂല, അപ്പൊ ബാത്റൂമിലൊക്കെ പോയിന്ന് കരയുമായിരുന്നു. സങ്കടം എവിടെയും തീർക്കട്ടെ. ബാംഗ്ലൂരെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാ. ഞാൻ വരുന്നില്ല, നീ എവിടെയെന്ന് വെച്ചാൽ പോയിക്കോ, എനിക്കിനി വയ്യ ഒന്നിന്. അമ്മൂമ്മ ഭക്തിയൊന്നും ഇല്ലെന്നാണ്. അത് ഇപ്പോഴേ അവർ ഇങ്ങനെ കണ്ടു പറയണല്ലേ, എന്നെ പോലെ ഭക്തി അവരെ കാക്കും. നിങ്ങളെ ഈ സന്തോഷിച്ച് കളയേണ്ട സമയമല്ല. നിങ്ങളിങ്ങനെ ആത്മീയതയിൽ മൊത്തം നടക്കുകയാണല്ലോ, അത് നിങ്ങളുടെ ഫാമിലി മൊത്തം. പുറമേ കാണുന്നവർക്കും വ്യത്യാസങ്ങൾ തോന്നുമെന്ന് എനിക്കറിയില്ല. ഇനി എന്നോട് ആരും അങ്ങനെ ഒരു ചോദ്യം എനിക്ക് ചോദിച്ചിട്ട് ഇല്ല. നമസ്കാരം. ഇന്ന് ഞാനൊരു 4 തലമുറയോടൊപ്പമാണ്. 4 തലമുറ എന്ന് പറയുമ്പോൾ അമ്മയുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, അവരുടെ മക്കളുണ്ട്, ചെറുമക്കളുണ്ട്. ഒരു വലിയൊരു കുടുംബമാണ് ഇന്ന് എന്നോടൊപ്പം. ഇതൊരു ഡിവൈൻ എൻ്റർടൈൻമെൻറ്റ് ഇൻ്റർവ്യൂ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ തലമുറയിലെ എല്ലാവരെയും നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നിങ്ങൾ നമസ്തേ എന്നിങ്ങനെ ഒരുമിച്ച് പറഞ്ഞപ്പോഴേ പറഞ്ഞ് പഠിപ്പിച്ച പോലെ ഇരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു ഒത്തൊരുമയാണോ? ഒത്തൊരുമയാണ്, എല്ലാവരും ഒത്തൊരുമയാണ്. ഒത്തൊരുമിച്ച് തന്നെ പോകുന്നത്. ഈ മെഡിറ്റേഷനിലേക്ക് വന്നതിന് ശേഷം ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമ. അതിനു മുമ്പ് ഒത്തൊരുമയൊന്നും ഇല്ല. ഇല്ല. എങ്ങനെ ഒരു ഇങ്ങനെ ഡിവൈൻ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഒരേ മാർഗത്തിൽ എങ്ങനെ ഫോളോ ചെയ്ത് വന്നത്? അതെങ്ങനെയായിരുന്നു? ഒരേ മാർഗത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ മാർഗം ഇല്ലാത്തതുകൊണ്ട് ഈ മാർഗത്തിൽ വന്നതാണ്. മറ്റ് മാർഗങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ ബിടെക് കഴിഞ്ഞാണ്. അപ്പോൾ അച്ഛന് ബിസിനസ്സാണ്. അപ്പോൾ ബിടെക് കഴിഞ്ഞ് ഞാനും എൻ്റേതായ കുറേ ബിസിനസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ്റെ കൂടെ കൂടി. നമുക്ക് പെയിൻറ്റ് ബിസിനസ്സാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് പല കടങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ നമ്മുടെ കൂട്ടുകെട്ടും കാര്യങ്ങളൊക്കെ ആയി. അല്പം മദ്യപാനവും, അല്പം എന്ന് പറഞ്ഞാൽ അല്പത്തിൽ തുടങ്ങി ഒരു കുടുംബം തകർക്കുന്ന രീതിയിലേക്ക് അത് എത്തി. അത് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ മാത്രമല്ല, ഏകദേശം നമ്മുടെ ഈ നാട്ടിലുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എല്ലാ വീട്ടിലെ അവസ്ഥ ഇതാണ്. പക്ഷെ ആരും പുറത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ. അപ്പം ഞങ്ങളുടെ കാര്യം തന്നെ, ഞങ്ങളുടെ വീട്ടിലെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ വീട്ടിലേ അറിയുള്ളൂ. ബാക്കി പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഞങ്ങളുടെ വീട്ടിൽ സന്തോഷമാണ്. ഒരുപാട് വണ്ടിയുണ്ട്, ബിസിനസ്സുണ്ട്, കാര്യങ്ങളുണ്ട്, ഒന്നിനും ഒരു കുറവുമില്ല. പക്ഷേ മനസമാധാനത്തിന് ഉള്ളിൽ കുറവില്ലായിരുന്നു. ഞങ്ങൾ സന്തോഷം കണ്ടെത്താനായിട്ട് ചിലപ്പോൾ കാശ് മുടക്കി ഒരു 5 ദിവസത്തെ ട്രിപ്പ്, 6 ദിവസത്തെ ട്രിപ്പൊക്കെ പോകുമായിരുന്നു. പക്ഷെ അതിനും സ്ഥായിയായ ഒരു സന്തോഷം തരാൻ നമുക്ക് പറ്റിയിട്ടില്ല. ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇതേ പ്രശ്നത്തിൻ്റെ ഇടയിലാണ് വരുന്നത്. അങ്ങനെ ഇപ്പോൾ മദ്യപാനം തുടങ്ങിയാൽ തന്നെ ഞാൻ ബോധം മറയുന്നവരെ കുടിക്കുന്നൊരു സ്വഭാവമായിരുന്നു എനിക്ക്. അപ്പോൾ ഞാനിതൊക്കെ തുറന്നു പറയുന്നത് നാളെ ഇതൊക്കെ മീഡിയയിൽ വരും, എല്ലാവരും കാണും, ഞാനൊരു കുടിയനാവും ചിത്രീകരിക്കുമെങ്കിലും പക്ഷേ എൻ്റെ ഈ വാക്ക് കേട്ട് ഒരു കുടുംബത്തിനെങ്കിലും നല്ലത് വരട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിത് തുറന്നു പറയുന്നത്. പുള്ളി മദ്യപിച്ചാൽ നമ്മൾ പുറമേ കാണുന്ന സ്വഭാവമല്ല. അപ്പോൾ പുള്ളിയുടെ സ്വഭാവം മാറും. അതിപ്പോൾ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡ്യുവൽ പേഴ്സണാലിറ്റി എന്ന് കേട്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു വ്യക്തിത്വമായി പോവും. പുള്ളിക്കാരൻ മൊത്തത്തിലൊരു ഭയങ്കര എന്ന് വെച്ചാൽ നമുക്കൊക്കെ എല്ലാവർക്കും ഒരു സ്നേഹം അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്നേഹപൂർവ്വമുള്ള ഒരു രീതിയിലാണ് പുള്ളി. പക്ഷേ മദ്യപിച്ച് കഴിയുമ്പോഴത്തേക്കും പുള്ളിയുടെ സ്വഭാവമേ മാറിപ്പോവും. ചിലപ്പോൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കത്തില്ല, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ പുള്ളി മാറും, അന്യനായി പോവും. ശരിക്കും പറഞ്ഞാൽ അതാണ് അന്യനും അമ്പിയും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണോ അതുപോലെ തന്നെയായി മാറുമായിരുന്നു. ഈ പിന്നെ അമ്മയച്ഛനും അറിയാം, ഇപ്പം ചെറുപ്പത്തിൽ നന്നായിട്ട് പഠിക്കുമായിരുന്നു അല്ലേ? പഠിക്കുമായിരുന്നു. അങ്ങനെ കുത്തിയിരുന്ന് പഠിക്കുന്ന സ്വഭാവമല്ല, പക്ഷെ ഒന്ന് കേട്ടാൽ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്ന ഒരു സ്വഭാവമായിരുന്നു. അച്ഛൻ എങ്ങനെയായിരുന്നു മകൻ ഇങ്ങനെ മദ്യപിക്കുമ്പോൾ? മദ്യപിച്ചുകൊണ്ട് വരുന്ന ദിവസം വളരെ മോശമാണ്. ഞങ്ങൾ പല ദിവസങ്ങളിലും രാത്രിയിൽ 2 മണി 1 മണി വരെയൊക്കെ വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. കാരണം ഉറക്കം വരില്ല, നമുക്ക് അച്ഛനും അമ്മയല്ലേ, ഉറങ്ങാൻ പറ്റൂലല്ലോ, കാത്തിരുന്നിട്ടുണ്ട്. പിന്നെ അവന് തന്നെ സ്വയം തോന്നി ഇതിൽ നിന്ന് മാറണമെന്ന് തോന്നി 2 പ്രാവശ്യം
ഡി അഡിക്ഷൻ സെൻ്ററിൽ പോയി സ്വയം പോയത് എന്നെ അഡ്മിറ്റായി ചികിത്സിച്ചു. പക്ഷെ വന്നിട്ട് വീണ്ടും അത് കണ്ടിന്യൂ ചെയ്തു. ലാസ്റ്റിൽ അവൻ സ്വയം ഇത് കണ്ടെത്തുകയായിരുന്നു. തസ്ബൈ ഗുരുജിയുടെ ലിങ്ക് കണ്ടെത്തുകയും അതിൽ കയറി ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ക്ലാസ് അറ്റൻഡ് ചെയ്ത ശേഷം എന്നോടൊന്ന് പറഞ്ഞു, എന്നോടും അമ്മയോടും പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് ക്ലാസ്സിൽ കയറണം ചെയ്യണം. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, നിങ്ങൾ കയറിക്കോ, നിങ്ങൾ നിന്നോ, ഞാൻ വേറെ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇങ്ങനെ കൂടെ നിന്നോളാമെന്ന് പറഞ്ഞു. അവസാനം അവൻ്റെ അമ്മ ക്ലാസ്സിൽ കയറി, എന്നിട്ട് ഞാൻ കയറിയിട്ടില്ല. ഞാനും അന്ന് ഇത്തിരി മദ്യപിക്കുന്ന കൂട്ടത്തിൽ തന്നെയായിരുന്നു. ഞാൻ ഈ കമ്പനിയുടെ പാർട്ടികൾ കൂടെ ഇടയ്ക്കിടയ്ക്ക്, അപ്പോഴൊക്കെ നല്ലപോലെ ഞാനും മദ്യപിക്കുമായിരുന്നു. പക്ഷേ മറ്റു വേറെ കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാനും ക്ലാസ്സിൽ കയറി തുടങ്ങിയപ്പോൾ ഓട്ടോമാറ്റിക്കായി എനിക്ക് നല്ലതായിട്ട് തോന്നി. പിന്നെ കുറച്ച് ക്ലാസ് കഴിഞ്ഞപ്പോൾ മെഡിറ്റേഷൻ ഇരുന്നപ്പോൾ തന്നെ എൻ്റെ സ്വഭാവത്തിൻ്റെ രീതിയും മാറി, എൻ്റെ ബിസിനസ്സിൻ്റെ രീതിയും മാറി, മൊത്തത്തിലെ മാറ്റം ഉണ്ടായി. കാരണം ഞാൻ കടത്തിൻ്റെ അങ്ങേ അറ്റം എത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആത്മഹത്യ വരെ ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു നമുക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു വരുന്ന പോലെ ഒരു തോന്നലുണ്ടായി. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 2 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ കച്ചവടം ആ ബിസിനസ് ലെവലാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ കമ്പനിക്ക് കൊടുക്കാനുണ്ടായിരുന്ന പേയ്മെൻറ്റുകളെല്ലാം ഒന്ന് ലെവലായി കിട്ടി. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ബിസിനസ് ലെവലായപ്പോൾ അതെല്ലാം മനസമാധാനമായി. മറ്റത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഡെയിലി രാത്രി വഴക്കാണ്. കാരണം ഡെയിലി കമ്പനിക്ക് അവിടെ പൈസ കൊടുക്കണം, ഇവിടെ പൈസ കൊടുക്കണം. ഇപ്പോൾ വീട്ടിൽ എന്ന് പറയുമ്പം വൈഫ് കിടന്ന് വളം വയ്ക്കും. ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. പല ദിവസവും പ്രശ്നങ്ങളും വഴക്കൂടക്കുമായിരുന്നു. ഇത് തുടങ്ങിയ ശേഷം പിന്നെ ഈ പ്രശ്നങ്ങളില്ല, സംസാരമില്ല. എനിക്ക് അവിടെ കൊടുക്കാണ്ട് ഇവിടെ കൊടുക്കാണ്ട് എന്നുള്ള ഒരു സംസാരം ഇല്ലാതായി. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കടയിൽ ആ വരുന്ന പൈസയ്ക്ക് കറക്റ്റായിട്ട് നമുക്ക് കമ്പനികളിൽ പൈസ കൊടുക്കാൻ കഴിയുന്നുണ്ട്. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. വലിയ സമാധാനമുണ്ട് മനസ്സിന്. പിന്നെ മോൻ കാരണമാണല്ലോ ഞാൻ കയറിയത്. അപ്പോൾ അവനും നല്ലതായപ്പോൾ ഞങ്ങൾക്കും മനസ്സിനൊരു സുഖം. കാരണം അവൻ്റെ സുഖത്തിന് വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കയറിയത്. അമ്മയ്ക്ക് എങ്ങനെ തോന്നി ആ സമയത്ത്? ഒരു സർക്കാർ സർവീസിലൊക്കെ ആയിരുന്നില്ലേ? ഞാൻ 2023 മെയ്യിലാണ് സർവീസിൽ നിന്ന് റിട്ടയർഡ് ആയത്. അതുവരെ ഞാൻ അനുഭവിച്ചത് പറയാൻ പറ്റൂല. അത് കഴിഞ്ഞും ഈ മെഡിറ്റേഷനിൽ വരുന്നത് വരെയും കരയാത്ത രാത്രികളില്ല, രാത്രിയും പകലും. പക്ഷേ എൻ്റെ ഹസ്ബൻഡിനും മോനും ഞാൻ കരയുന്ന കാണാൻ ഇഷ്ടമില്ല. അവരെ മുന്നേ കരയാൻ പറ്റൂല. അപ്പോൾ ബാത്റൂമിലൊക്കെ പോയിന്ന് കരയുമായിരുന്നു. സങ്കടം എവിടെയെങ്കിലും തീർക്കണ്ടേ. ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അവിടെ പറയാൻ പറ്റൂലല്ലോ. അവിടെ എപ്പോഴും ഹാപ്പി ആയിരിക്കും, നമ്മുടെ പ്രൊഫഷൻ അതല്ലേ. അങ്ങനെ എന്തും ദൈവത്തിനോട് കൃഷ്ണൻ പണ്ടേ എനിക്ക് കൃഷ്ണന് ഭയങ്കര വിശ്വാസമാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരു കഴിഞ്ഞ വർഷം ജൂലൈയിൽ എല്ലാവരും കൂടി എല്ലാവരും ഒരേ മനസ്സോടെ, എന്താണെന്നറിയില്ല, അല്ലെങ്കിൽ ഹസ്ബൻഡിനെ വിളിക്കുമ്പോൾ നിങ്ങൾ പോയിട്ടോ ഞാൻ പിന്നെ വരാം. പക്ഷെ അന്ന് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഗുരുവായൂർ പോയി ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു, കൃഷ്ണ ഇനി എനിക്കൊരു വഴിയുമില്ല, എന്തെങ്കിലും ഒരു വഴി കാണിച്ചാലേ പറ്റുള്ളൂ. കരഞ്ഞ് പ്രാർത്ഥിച്ചു സത്യം. ആ ജൂലൈയിൽ പോയിട്ട് വന്നു. ജൂലൈ 20 ആ സമയത്താണ്. ഓഗസ്റ്റ് 2 ആയപ്പം മുതൽ മോൻ ക്ലാസ്സിൽ കയറി തുടങ്ങി. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അവൻ കേൾക്കാൻ തുടങ്ങി ഒരാഴ്ച ആയെന്ന് തോന്നുന്നു, അമ്മ ഇങ്ങനെ ഒരു ഗുരുജിയുണ്ട്, ബാംഗ്ലൂരാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല മോനെ ഞാൻ വരുന്നില്ല. ബാംഗ്ലൂരെന്ന് കേൾക്കുമ്പോഴേ നമുക്ക് പേടിയല്ലേ. അവിടുത്തെ ബാംഗ്ലൂരെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. ഞാൻ വരുന്നില്ല, നീ എവിടെയെന്ന് വെച്ചാൽ പോയിക്കോ, എനിക്കിനി വയ്യ ഒന്നിന്. അപ്പം മോൻ പറഞ്ഞു, അമ്മ എനിക്കൊരു 41 ദിവസം എനിക്ക് തന്നാൽ മതി, പിന്നെ അമ്മയ്ക്ക് പറ്റുന്നില്ലെങ്കിൽ വേണ്ട അമ്മ. ആ സമയത്ത് പൂർണ്ണമായിട്ടും മറ്റൊരു വ്യക്തിയായി മാറി കഴിഞ്ഞു അല്ലേ? എന്നാലും ഒരാഴ്ച ആയുള്ളൂ. അപ്പൊ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇവന്റെ സ്വഭാവം എന്ന് വെച്ചാൽ എന്തെങ്കിലും ശ്രീനിവാസനെ പോലെ അതിലോട്ട് പോകും. ഒരാഴ്ച പൂജയും ബഹളവും ഒക്കെ പെട്ടെന്നൊരു മാറ്റം വന്നപ്പോ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ല, ഇപ്പം പോയിട്ട് ഇനി തിരിച്ച് മാറുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. എല്ലാം കേൾക്കുമ്പോ എടുത്ത് ചാടും, പിന്നെ അത് ഇട്ടിട്ട് പോകുന്ന ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് പിന്നെ നമുക്കും അത്ര വിശ്വാസം ഇല്ലേ. പിന്നെ പറഞ്ഞു, അമ്മ എനിക്കൊരു 41 ദിവസം തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ക്ലാസ് കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ഹസ്ബൻഡ് വരില്ല, അമ്മ വരില്ല. അമ്മ പറഞ്ഞു, എനിക്ക് ഇത്രയും പ്രായമായി, എനിക്കിനി ഇതൊന്നും പറ്റൂല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു, അമ്മ വളർത്തിയ മോനല്ലേ, ഞാൻ ഡ്യൂട്ടിക്ക് പോകും, അപ്പം അമ്മയല്ലേ നോക്കുന്നത്, അമ്മ വളർത്തിയ മോൻ നന്നാവണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമില്ലേ, അപ്പം നമുക്കൊന്ന് ശ്രമിക്കാം അമ്മയെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ക്ലാസ് കേൾക്കാൻ തുടങ്ങി, ഹസ്ബൻഡ് ക്ലാസ് കേൾക്കാൻ തുടങ്ങി. അപ്പോഴും എന്നിട്ടും പറയുന്നു, നിങ്ങൾ ചെയ്തോ. ഹസ്ബൻഡ് മദ്യപിക്കുന്ന സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളത് എനിക്ക് മനസ്സമാധാനമാണ്.
എനിക്ക് സ്വത്തൊന്നും വേണ്ട. എന്നെ കല്യാണം കഴിക്കുന്ന സമയത്ത് പുള്ളി ഗൾഫിലായിരുന്നു. പുള്ളി കഷ്ടപ്പെട്ട് തന്നെയാണ് ഇത്രയും ഉണ്ടാക്കിയത്. ആരുടെയും കുടുംബ സ്വത്തോ അതൊന്നുമല്ല. പുള്ളി അധ്വാനിച്ചുണ്ടാക്കിയത് തന്നെയാണ് ഈ കാണുന്നത് മുഴുവൻ. അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊരു വീടായല്ലോ, ഇനി ഇങ്ങ് വന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞ് 4 വർഷമായപ്പോൾ പുള്ളി നാട്ടിൽ വന്ന് ബിസിനസ് തുടങ്ങിയതാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു ജോലിയുണ്ട്, നമുക്ക് ജീവിക്കാം എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. പക്ഷേ 10 വർഷം കഴിഞ്ഞപ്പം വീണ്ടും കടം കയറി പോകേണ്ടി വന്നു. ഞാനും പോയി. ഞാൻ ഒരിക്കലും എൻ്റെ മക്കളെ വിട്ട് ഞാൻ പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാനും പോയി 5 വർഷം. ഞാൻ എപ്പോഴും പോകുന്നവരെ കുറ്റം പറയാം. നമ്മുടെ നാട്ടിൽ സേവിക്കാൻ വയ്യാതെയാണ് ഈ പുറത്ത് രാജ്യത്ത് പോകണമെന്ന് പറയുന്ന ഞാൻ നമുക്കൊരു പ്രശ്നം വന്നപ്പം എന്ന് വെച്ചാൽ കുടുംബത്തിനെ പിടിച്ചു നിർത്താൻ എനിക്ക് പോകേണ്ടി വന്നു എൻ്റെ മക്കളെ ഇട്ടിട്ട്. പക്ഷെ എനിക്കത് എൻ്റെ ആ വേദന എനിക്ക് എന്നും ഉണ്ടാവും. അമ്മൂമ്മ ഈ തലമുറയിൽ ഏറ്റവും മുതിർന്ന ആളാണ് ഇവിടെ ഇരിക്കുന്നതിൽ. അമ്മൂമ്മ ഭക്തിയൊന്നും ഇല്ലെന്നാണ്. അത് ഇപ്പോഴും അവര് ഇങ്ങനെ കണ്ടു പറയണല്ലേ, എന്നെ പോലെ ഭക്തി അവരെ കാക്കുമില്ല. അല്ലേ? കാരണം എന്താന്ന് വെച്ചാൽ ഇതിൽ വരുമ്പോ ഒരു എന്റെ നല്ല കാലത്ത് അന്ന് ആദ്യത്തെ നമസ്കാരം ഒന്നെന്ന് പറയണ ഞായറാഴ്ച വരും. ചാണാൻ മൊഴുവി ഇലയിൽ പിന്നെ തെറ്റിപ്പൂ കുറച്ചിട്ട് കിണ്ടി വെള്ളവും വെച്ച് ദൈവത്തിന് കൊടുത്ത് 21 പൂ ഇടണമെങ്കിൽ 21 നമസ്കാരം. ഇപ്പം കുറച്ച് നാളുകൊണ്ട് അതിനുള്ളൊരു സൗകര്യമില്ല, ചെയ്യണില്ല. സന്ധ്യ നേരത്ത് പ്രാർത്ഥിക്കുക, എനിക്ക് ഉറച്ച് സംസാരിക്കാൻ പറ്റൂല. ഞാൻ പയ്യെ എൻ്റെ മനസ്സിൽ ഞാൻ ദൈവത്തിനെ പ്രാർത്ഥിക്കും. അത് ഇവരൊക്കെ കണ്ടാ പിടിക്കുമോ? അതിനുശേഷം ഈ മെഡിറ്റേഷൻ തുടങ്ങിയതിന് ശേഷം എങ്ങനെയായിരുന്നു മെഡിറ്റേഷൻ തുടങ്ങിയതിന് ശേഷം ആദ്യമൊക്കെ ഞാൻ ഈ പറഞ്ഞ കണക്ക് തന്നെ പല അസുഖങ്ങളും ആയിട്ടൊക്കെ ഞാൻ കഴിഞ്ഞതാണ്. എനിക്ക് ഒരാഴ്ചയിൽ ഒരിക്കലെങ്ങാനാണ് സമയം നോക്കി കുളിക്കണത്. മഴ നനഞ്ഞൂടാ, വെയിൽ കൊണ്ടുകൂടാ, ഇതൊന്നും ചെയ്തുകൂടാ. എനിക്ക് ഉടനെ ജലദോഷവും ഒരാഴ്ച പനിയായിട്ട് കിടക്കുമായിരുന്നു. ഈ മെഡിറ്റേഷൻ തുടങ്ങി രാവിലെ 4 മണി കഴിച്ച് കുളിച്ചും കൊണ്ട് ക്ലാസ് കേൾക്കും, മെഡിറ്റേഷൻ ഇരിക്കും. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചെയ്ത് ഇങ്ങനെ വരണേ. ഒരു ഫാമിലിയിലെ എല്ലാവരും ഈ ഡിവോഷണൽ രീതിയിൽ ജീവിക്കുമ്പോഴേ അമ്മൂമ്മയ്ക്ക് കാണുമ്പോൾ എങ്ങനെ തോന്നുന്നു? നമുക്കിപ്പം മറ്റ് എൻജോയ്മെൻറ്റുകളൊന്നുമില്ല. എനിക്ക് സന്തോഷം. അല്ല, നമ്മൾ സാധാരണ കുടുംബത്തിന് ഇപ്പോൾ സിനിമയ്ക്ക് പോകണം, പുറത്തോട്ട് പോകണം, ടൂറ് പോകണം എന്നൊക്കെയാണ്. ഇപ്പം നിങ്ങളെയൊക്കെ പ്രായങ്ങളൊക്കെ അങ്ങനെയാണ് അല്ലേ? നമുക്ക് എല്ലാവരും എൻജോയ് ചെയ്യാൻ വേണ്ടി പുറത്ത് പോകണം, ഇങ്ങനത്തെ ചിന്തയുണ്ടോ ഈ ഒരു ലൈഫിലേക്ക് വന്നപ്പോൾ? ഇപ്പോഴും നമ്മൾ കുടുംബത്തോടെ ഒന്നിച്ച് പുറത്തെവിടെയെങ്കിലും പോകും, വല്ല അമ്പലത്തിൽ പോകണമെങ്കിൽ പോകും. അങ്ങനെയൊക്കെ ഉണ്ട്. ഒന്നിച്ചേ പോവുള്ളൂ. ഒന്നിച്ച് പുറത്ത് പോകും. പിന്നെ കുട്ടികളെ കൊണ്ട് ചിലപ്പോൾ പാർക്കിൽ പോകും, സിനിമയ്ക്ക് പോകും. നമ്മുടെ ബാക്കി ഒന്നിനും ഒരു മാറ്റം. പിന്നെ പക്ഷെ ആ ഒരു ആർത്തിയില്ല, നമുക്ക് പോണം, അയ്യോ ഞാൻ പോയില്ലല്ലോ എന്നുള്ള സങ്കടം. അങ്ങനെ ഇല്ല, പോണം എന്നൊരു ആഗ്രഹമില്ല. അതിനൊന്നും വേറെ ഈ ആത്മീയതൊരു തടസ്സമൊന്നുമില്ല. അമ്പലങ്ങളിൽ പോകുന്നുണ്ട്. ഞാൻ മിക്കവാറും എല്ലാ അമ്പലങ്ങളിലും പണ്ടും ഞാൻ അങ്ങനെ സ്ഥിരം അമ്പലത്തിൽ പോകില്ല. ഈ വല്ല വിശേഷ ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ ഞാൻ അമ്പലത്തിൽ പോകുന്നത്. പിന്നെ ഈ ആശ്രമങ്ങളിലൊന്നും ഞാൻ പോകില്ലായിരുന്നു. അമ്പലങ്ങളിൽ പോവും. നിങ്ങൾ ഇപ്പോൾ ചെറുപ്പക്കാരാണ്, 2 ചെറിയ കുഞ്ഞു മക്കളാണല്ലോ. അപ്പോൾ ഈ ഇങ്ങനെയൊക്കെ ഒരു ജീവിത ലൈഫിൽ പോകുമ്പോഴേ കൂട്ടുകാരികളൊക്കെ കാണുമല്ലോ. അപ്പോൾ അവർ നിങ്ങളെന്തിനാ ഇങ്ങനെ ഒരു മെഡിറ്റേഷന് പോകണം, നിങ്ങളെന്തിനാ ഇങ്ങനെ പോകണം, നിങ്ങൾ അടിച്ചുപൊളിച്ച് ജീവിക്കാനുള്ളൊരു സമയമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താണ് അവരെടുത്ത് പറയാനുള്ളത്? പുറത്ത് പോയി കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ നമുക്കൊരു ടെൻഷനാണ്. ഇനി പുറത്ത് പോകുമ്പോൾ പുള്ളി വേറെ എന്തെങ്കിലും മനസ്സിൽ വിചാരിക്കുമോ, ചീത്ത സ്വഭാവം വെളിയിൽ വരുമോ, ഇത് നമ്മുടെ ടെൻഷനാണ്. നമുക്കത് പുറത്ത് നിൽക്കുന്ന ആൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാവും, നമ്മുടെ മനസ്സിലുള്ള ടെൻഷനാണ്. ഒരു ജോലി ലൈഫിൽ വരുമ്പോൾ കൂട്ടുകാരികൾ കൂടെ പഠിച്ചവരൊക്കെ കാണുമല്ലോ. ഒരു ലൈഫില്ല, നിങ്ങളിങ്ങനെ ഒരു ആത്മീയമായിട്ട് ഇങ്ങനെ അങ്ങ് കളയാണല്ലോ. നിങ്ങളെ ഈ സന്തോഷിച്ച് കളയേണ്ട സമയമല്ല, നിങ്ങളിങ്ങനെ ആത്മീയതയിൽ മൊത്തം നടക്കുകയാണല്ലോ. അത് നിങ്ങളുടെ ഫാമിലി മൊത്തം. അത് ആത്മീയതയിൽ സന്തോഷം ഇല്ലാന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, ഞാനല്ല, കൂട്ടുകാരികൾ വിചാരിക്കുമ്പോൾ ഓക്കെ, ഞങ്ങൾ ആത്മീയത അന്വേഷിച്ച് നടന്ന ആൾക്കാരല്ല. ഞങ്ങൾ ഇതിനു മുന്നേ വേറൊരു ഗുരുവിൻ്റെ അടുത്ത് അങ്ങനെയൊന്നും നമ്മൾ പോയിട്ടില്ല. നമ്മുടെ ലൈഫ് മുന്നേ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും. ഞങ്ങൾക്ക് വ്യത്യാസങ്ങളൊന്നുമില്ല. ഇപ്പൊ പുറമേ കാണുന്നവർക്കും വ്യത്യാസങ്ങൾ തോന്നുമെന്ന് എനിക്ക് അറിയില്ല. ഇനി എന്നോട് ആരും ഇങ്ങനെ ഒരു ചോദ്യം എനിക്ക് ചോദിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് കൂട്ടുകാരികൾ ഇങ്ങനെ പുറത്തുനിന്ന് ചോദിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. എന്നോട് ആരും ഇങ്ങനെ ചോദിച്ചിട്ടില്ല. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയതായിട്ടൊന്നും, അല്ലെങ്കിൽ നമ്മൾ സാക്രിഫൈസ് ചെയ്തിട്ടുള്ള ഒരു ഇതില്ല. പുതിയതായിട്ടൊന്നും ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മത്സ്യമാംസങ്ങളെ ഞങ്ങൾ ഉപേക്ഷിച്ചു, നോൺ വെജ് ഞങ്ങൾ എല്ലാവരും ഉപേക്ഷിച്ചു എന്നുള്ളത് മാത്രമാണ്
നമ്മൾ വേറൊന്നും നഷ്ടപ്പെട്ടല്ലല്ലോ ഇപ്പോൾ ജീവിക്കുന്നത്. നമുക്ക് നമ്മുടെ എല്ലാ മുന്നേ എങ്ങനെ ഉണ്ടായിരുന്നോ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴും ഉണ്ട്. നമ്മളിപ്പോൾ ചിട്ടയായിട്ട് എങ്ങനെ ജീവിക്കണം, നമ്മുടെ ജീവിത രീതി എങ്ങനെ മെച്ചപ്പെടുത്തണം എന്നാണ് നമ്മളിപ്പോൾ ഒരു ആത്മീയതയിൽ നമ്മൾ ഈ മെഡിറ്റേഷനിലേക്ക് വന്നതിന് ശേഷം ഞങ്ങൾ പഠിച്ചത് അതാണ്. അല്ലാതെ ഞങ്ങൾ വേറെ ഒന്നും ഉപേക്ഷിച്ച് അല്ലെങ്കിൽ നമ്മൾ ചില ആശ്രമങ്ങളിൽ കാണുമ്പോൾ നമ്മൾ ബാക്കിയെല്ലാം ഉപേക്ഷിച്ച് അങ്ങനെയൊന്നും നമ്മൾ ഇതുവരെയും ചെയ്തിട്ടില്ല. നമ്മളെല്ലാം നല്ല സന്തോഷത്തിൽ ആണ് നമ്മളിപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നേരത്തെ ഉള്ളതിനേക്കാളും കൂടുതൽ സന്തോഷമാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് എപ്പോഴും മനസ്സിനൊരു സന്തോഷം, ഒരു സമാധാനം, അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ പോണത്. ഇപ്പം ഞങ്ങളുടെ കുട്ടികളുടെ കാര്യമായാലും അവർക്കും ഇതിൽ നിൽക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമാണുള്ളത്. ആർക്കും ഒരു അയ്യോ ഞങ്ങളിങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെയല്ലേ അമ്മ, അങ്ങനെ ഒരു വിഷമം എൻ്റെ കുട്ടിയെ പോലും ഇതുവരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ മോള് പോലും പറഞ്ഞിട്ടില്ല.